Once again, all of you, welcome back to my YouTube channel. My name is Sadra. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ വി ആർ ഡിസ്കസിങ് സെക്കൻഡ് ചാപ്റ്റർ ഓഫ് CBSE ക്ലാസ് 10 സ്റ്റുഡൻസ്. ഇപ്പം CBSE സിലബസിൽ പഠിക്കുന്ന 10th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിന്റെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോർഷൻ എന്ന് പറഞ്ഞാൽ how do acids reacts with metallic oxides. Okay, how do acids reacts with metallic oxides. Then സെക്കൻഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഹൗ ഡു ബേസസ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് ഓക്സൈഡ്സ് അല്ലെ. സെക്കൻഡ് വരേണ്ടത് ഹൗ ഡു ബേസസ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് ഓക്സൈഡ്സ്. അപ്പം ബേസും മെറ്റാലിക് ഓക്സൈഡും ആയിട്ടുള്ള റിയാക്ഷൻ എന്തല്ല, പോസിബിൾ അല്ല. ബിക്കോസ് മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. മെറ്റാലിക് ഓക്സൈഡ് ഓൾറെഡി എന്താണ്, ബേസിക് നേച്ചർ ആണ്. അപ്പം ബേസിക് നേച്ചറുള്ള മെറ്റാലിക് ഓക്സൈഡും ബേസുമായിട്ടുള്ള ഒരു റിയാക്ഷൻ എന്തല്ല, possible അല്ല. So the reaction between metallic oxide and bases are not possible. Then next we are moving to today's topic, reaction between base and oxides of non-metallic oxides. അപ്പം ബേസും മെറ്റാലിക് ഓക്സൈഡും ആയിട്ടുള്ള റിയാക്ഷൻ പോസിബിൾ അല്ല. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പം ബേസും നോൺ മെറ്റാലിക് ഓക്സൈഡ്സും ആയിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ബേസും നോൺ മെറ്റാലിക് ഓക്സൈഡും. ഫോർ എക്സാമ്പിൾ ബേസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പം നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ് എന്ത്, കാർബൺ ഡയോക്സൈഡ്. കാർബൺ എന്ന് പറയുന്ന ഒരു നോൺ മെറ്റൽ ആണ്, അതിന്റെ ഓക്സൈഡ് ആണ് എന്തെന്ന് പറയുന്നത്, കാർബൺ ഡയോക്സൈഡ്. സോ കാർബൺ ഡയോക്സൈഡ് റിയാക്ട്സ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ടു ഫോം sodium carbonate. Okay, sodium carbonate means Na2CO3 plus എന്ത് വരണം, വാട്ടർ. Na2CO3 plus water. Then കാർബൺ ഡയോക്സൈഡ് മീൻസ് എന്ത് തന്നെയാണ്, നോൺ മെറ്റാലിക് ഓക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ ബേസ്. അപ്പൊ ഫോം ചെയ്യേണ്ട എന്തായിരിക്കണം, നോൺ മെറ്റാലിക് ഓക്സൈഡ്, സോറി ആ മെറ്റലിന്റെ സാൾട്ട് ഫോം ചെയ്യണം. ഇവിടുത്തെ മെറ്റൽ ഏതാണ്, കാൽസ്യം. അപ്പൊ ഫോമിൽ എന്ത് വേണം, കാൽസ്യം കാർബണേറ്റ് CaCO3 പ്ലസ് H2O അല്ലെ, CaCO3 പ്ലസ് H2O. അപ്പൊ നമുക്കൊരു ജനറൽ ഇക്വേഷൻ പറയാമല്ലോ. എന്താണ് വരുന്നത്, നോൺ മെറ്റാലിക് ഓക്സൈഡ് പ്ലസ് എന്താണ് റിയാക്ട് ചെയ്യുന്നത്, പ്ലസ് ബേസ് ഗീവ്സ് എന്താ വരുന്നത്, സാൾട്ട് പ്ലസ് വാട്ടർ. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ കൺഫേം ചെയ്യാലോ. ഈ നോൺ മെറ്റാലിക് ഓക്സൈഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്തപ്പം സാൾട്ടും വാട്ടറും ഫോം ചെയ്തെങ്കിൽ നോൺ മെറ്റാലിക് ഓക്സൈഡുകൾക്ക് എന്ത് നേച്ചർ ആയിരിക്കും, അസിഡിക് നേച്ചർ ആയിരിക്കണ്ടേ. നോൺ മെറ്റാലിക് ഓക്സൈഡും ബേസും റിയാക്ട് ചെയ്തപ്പോ സാൾട്ടും വാട്ടറും ഫോം ചെയ്തെങ്കിൽ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേച്ചർ. അതുകൊണ്ടാണല്ലോ ബേസും ആസിഡും റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നത്, സാൾട്ടും വാട്ടറും കിട്ടുന്നത്. ഇവിടെ ആസിഡും ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡും റിയാക്ട് ചെയ്തപ്പം സാൾട്ടും വാട്ടറും കിട്ടിയെങ്കിൽ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേച്ചർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പം വളരെ ചെറിയൊരു ടോപ്പിക് ആണ്. How do bases reacts with non-metallic oxides? The general equation, non-metallic oxide plus base gives salt plus water. From this equation, we can finalize the nature of non-metallic oxides. The nature of non-metallic oxides are acidic. Okay, അപ്പം വളരെ സിമ്പിൾ ആണ്. ജനറൽ ഇക്വേഷൻ പഠിക്കാം, ബാക്കി ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് എഴുതിയെടുക്കാൻ സാധിക്കും. എല്ലാ ഇക്വേഷനും കൂടെ എന്ത് ചെയ്യേണ്ട, ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ജനറൽ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.